കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് കളഭാലങ്കാരത്തിൽ ഇരിക്കണമെന്ന് അറിയില്ല. അമ്പാടിയിലെ ഏതെങ്കിലും കുസൃതി വേഷങ്ങളാണോ അതോ വേറെ ഏതെങ്കിലും ദേവകളുടെ വേഷമാണോ എന്നൊന്നും അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അപ്പോൾ ആ ഗരുഡനെയും കാണാം, കുചേലനെയും കാണാം. അങ്ങനെ അവിടുന്ന് ഇങ്ങനെ വന്ന് അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെയും കണ്ട് തൊഴാം. അതിനുശേഷം നമുക്ക് ആ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് ഇങ്ങനെ പോരാം. അങ്ങനെ പോന്ന് നേരെ ആ കൊടിമരവും അതേപോലെ ആ വലിയ ബലിക്കല്ലും അതിന് മുകളിലേക്ക് നോക്കിയാൽ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്ക് ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ വാതിൽപ്പടി അങ്ങോട്ട് കയറുക. അങ്ങനെ അങ്ങോട്ട് കയറുമ്പോൾ ഇടതേ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ ആ പീഠവും ആ കിടാവളക്കും കാണാം. അതുപോലെ തന്നെ വലതേ സൈഡിലുള്ള ആദ്യത്തെ തൂണ് നോക്കിയിട്ടും ഒന്ന് മനസ്സിൽ നരസിംഹസ്വാമിയെ ഒന്ന് കണ്ടു തൊഴാം. അങ്ങനെ നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ ഒന്ന് കാണാൻ നല്ല രസമുണ്ട്. എന്താ വെച്ചാൽ 2 കാലും ഇങ്ങനെ നീട്ടിയിരിക്കുന്ന ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാണ്ട് കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കി വരുമ്പോൾ അരയിൽ അരമണി കിങ്ങിണിയൊക്കെ കാണാണ്ട്, പിന്നെ മുകളിൽ ചെറിയ ഒരു മാങ്ങാമാല ഉണ്ട്, ഒരു വളയം പോലത്തെ മാലയുണ്ട്. അങ്ങനെ നോക്കി വരുമ്പോൾ ആ തോൾവളകൾ കാണാണ്ട്, കൈവളകൾ കാണാണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ വലത്തെ കയ്യിൽ ഒരു വെണ്ണുരുളുണ്ട്, ഇടതേ കയ്യിൽ പൊന്നോടക്കുഴലും ഉണ്ട്. 2 കൊടുത്തിട്ടുണ്ട്. അവിടെ ഉണ്ണി ഇവിടെ ഇരുന്നോളൂ കേട്ടോ എന്ന് പറഞ്ഞിട്ടേ ആ യശോദാമ്മ അങ്ങനെ കൊടുത്തു പോയിരുന്ന ആ ഒരു കാഴ്ചയാണ്. അപ്പോൾ അങ്ങനെ ഒരു ചുണുങ്ങിയിരിക്കണ മാതിരിയാണ് ആ പുഞ്ചിരിച്ചും കൊണ്ട് തന്നെ. എന്താ വെച്ചാൽ തനിക്ക് ഇഷ്ടപ്പെട്ട 2 കാര്യം, വെണ്ണുരുളിയും കിട്ടി, പൊന്നോടക്കുഴലും കിട്ടി. ഇനിയിപ്പോൾ എന്താ, ഇനി ഇവിടെ ഇരിക്കുക, കുറച്ച് നേരം അടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ നോക്കണമുണ്ട് ഭക്തരെ. അതാണിപ്പോൾ അന്നത്തെ കാഴ്ച. അങ്ങനെ ആ ഗോപീതിലകം വെച്ചിട്ടുണ്ട് തിരുനെറ്റിയിൽ. പിന്നെ പീലി തിരുമുടി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അതേപോലെ തിരുമുടി മാലകൾ ചാർത്തിയിട്ടുണ്ട്. തിരുമുടി മാലകൾ 3 തിരുമുടി മാല ഉണ്ട്. ഒന്ന് വെളുത്ത പൂവ് മാത്രവും, പിന്നെ ഒരു തെച്ചിയും തുളസിയായിട്ടുള്ളതും, പിന്നെ ഒന്ന് വെളുത്ത പൂവും തെച്ചിയും തുളസിയായിട്ടുള്ളതും. അതേപോലെ തന്നെ വലിയ ഉണ്ടമാലകളുണ്ട്. ഉണ്ടമാലകൾ എങ്ങനെ വെച്ചാൽ വെളുത്ത താമരയുണ്ട്, പിന്നെ തെച്ചി തുളസിയായിട്ടുള്ളതും ഏകദേശം അതേമാതിരി തന്നെ. അങ്ങനെ 2 ഉണ്ടമാലയുണ്ട്, 3 തിരുമുടി മാലയുണ്ട്. കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. വളരെ ചെറിയൊരു ഉണ്ണിയാണ്. ആ കാല് നീട്ടിയിരിക്കുന്ന ഒരു ഉണ്ണീനെ അങ്ങനെ മനസ്സിൽ സങ്കല്പിച്ച് നോക്കൂ. ആ ഒരു കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഭഗവാന്റെ ആ സോപാനപ്പടിയിൽ നിന്ന് ശ്രീലകത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണെന്ന് നമ്മളങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുക. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ ആ ഉണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. നന്നായിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങാം. സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി നേരെ ആ വലിയ ബലിക്കല്ലും, അതായത് അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ തെടപ്പള്ളിയും ആലിലക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത്, സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ ഗണേശൻ്റെ അടുത്തേക്ക് വരിക. ഗണേശൻ്റെ അടുത്ത് വന്ന് ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ പോന്ന് ആ കോർണറിലെത്തിയാൽ ചെറിയ ഗണേശനെ ഒന്ന് കണ്ടു തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിര അവിടുന്ന് അർച്ചനപ്രസാദവും വാമനരൂപവും ഗജേന്ദ്രമോക്ഷവും അതേപോലെയൊക്കെ ആ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും ആനന്ദശായിയായ അനന്തപത്മനാഭനെയൊക്കെ കണ്ട് തൊഴുത് നേരെ നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കരിച്ച് എണീച്ച കഴിഞ്ഞാൽ അപ്പോൾ നേരെ നമുക്ക് മുകളിലേക്ക് നോക്കിയാൽ ആ ഉഗ്രരൂപിയായ നരസിംഹത്തെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞ് വീണ്ടും നമ്മളിങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ, ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ, ഇന്നലെ ഇപ്പോൾ പരശുരാമനായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെയുള്ള കണ്ടിട്ട് ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് മുരുകനെയും കണ്ട് ഇങ്ങനെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കുക.
ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ കണ്ട് തൊഴുത് അവിടുന്ന് രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. താമരക്കണ്ണനെ കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ടു കഴിഞ്ഞ് നമ്മൾ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് വയ്ക്കുക. കൊടിമരം അങ്ങനെ തിളങ്ങണ കാണാം. പിന്നെ നേരെ ആ നിർത്താറയും മണിക്കിണറൊക്കെ നോക്കി തൊഴുത് നമ്മൾ നേരെ കുറൂരമ്മയും നാരദരും മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് എടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് ഇങ്ങനെ പോരാം. അങ്ങനെ ഭഗവതിയുടെ അടുത്തെത്തിയിട്ട് ഇനിയിപ്പോൾ പിള്ളേർ താലപ്പൊലി ആവാറായി. ജനുവരി 5-നാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ദേവസ്വം താലപ്പൊലി. അപ്പോൾ രണ്ടും പ്രസിദ്ധം തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അമ്മേനെ കണ്ട് പ്രാർത്ഥിക്കുകയാണ്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ പോകുന്നു. കോർണറിലെത്തിയാൽ ഇന്ന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിന്ന് മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യുക. എന്നിട്ട് ഒന്ന് പ്രദക്ഷിണം ചെയ്ത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുക. ആ ഉണ്ണി ഇങ്ങനെ ഇരിക്കണ ഉണ്ണീനെ കണ്ട് തൊഴുക, നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നാളെ മറ്റന്നാൾ കളഭാട്ടാണ്. അപ്പോൾ ആ കളഭം കൊണ്ടുള്ള അത് നല്ല കാഴ്ചയാണ്. അപ്പോൾ എല്ലാവർക്കും കാണാൻ കഴിയട്ടെ. കാരണം രാവിലെ മുതലുള്ള പിറ്റേന്ന് ദിവസം വരെ അതുണ്ടാവും. അപ്പോൾ ആ ഒരു കാഴ്ച നന്നായിട്ട് കാണാം. അങ്ങനെ നമ്മൾ കൂത്തമ്പലത്തിന് വന്ന് അവിടെ വന്ന് നമസ്കരിച്ച് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക. അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമഃ. അങ്ങനെ അവിടെ കണ്ട് തൊഴുത് ഒന്ന് പ്രദക്ഷിണം ചെയ്ത് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നേരെ വന്ന് രുദ്രതീർത്ഥക്കുളത്തെ നോക്കി പ്രദക്ഷിണം ചെയ്യാം. അപ്പോൾ ആ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കാണാം. അതുപോലെ നാരായണാലയത്തിൽ വന്നിട്ട് ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം പൂന്താന തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴുത് ഭഗവതി നടയിലും അതേപോലെ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഒന്നുകൂടി തൊഴുത് തെക്കേ നടയിലുള്ള കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാൻ പോരുക. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീ ദേവീനെയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. അതുപോലെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും കേസിൻ്റെ കാര്യം എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. കാര്യമായിട്ടുള്ളതൊക്കെ അവരവരുടെ കാര്യങ്ങളൊക്കെ ഗുരുവായൂരപ്പൻ നടത്തി കൊടുക്കട്ടെ. എല്ലാവർക്കും അവരവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ ഗുരുവായൂരപ്പൻ തുണയാകട്ടെ. ഹരേ കൃഷ്ണ.